അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ജങ്ക് ജേണൽ ഐഡിയാസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെയും ജേണൽ ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് കവർ പേജ് ഞാൻ നേരത്തെ ഒന്ന് മാറ്റിയായിരുന്നു. നേരത്തെ നമ്മളൊരു ക്ലോത്തൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ലാസ്റ്റ് ഏതാണ്ട് 1-2 പേജസേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതും കൂടി ഇങ്ങ് ഫിനിഷ് ആക്കാമെന്ന്. അപ്പോൾ വീഡിയോസൊക്കെ ഇടാതിരുന്നത് എനിക്ക് നല്ല പനിയായിരുന്നു ആദ്യം. പിന്നെ എക്സാംസ് ആയിരുന്നല്ലോ, ഓണം എക്സാം. അപ്പോൾ ഞാൻ പകുതി എക്സാംസ് എഴുതിയിട്ടുമില്ല. ഒരു 5 എക്സാംസ് ഞാൻ എഴുതി, ബാക്കിയൊന്നും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ റീസൺ. കുറച്ച് പേർക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വീഡിയോ ഇടാത്തതെന്ന്. ആഗ്രഹമുണ്ട് വീഡിയോ ഇടാൻ, പക്ഷേ പറ്റുന്നില്ലായിരുന്നു. പനിയാണ്, എന്തായാലും നടക്കില്ല കേട്ടോ. കാരണം വൈറൽ ഫീവർ ആയിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഡയറക്റ്റ് എന്തെങ്കിലും സ്റ്റിക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. സ്റ്റിക്കേഴ്സൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് പേപ്പേഴ്സ് ഇരിപ്പുണ്ടായിരുന്നു, എന്നാൽ അത് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ കൊടുക്കാമെന്ന്. ആദ്യം ഈ ഗ്ലൂ എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഒരു ക്രൈ പേപ്പർ മോഡലാണ് അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫുൾ അങ്ങനെ ഒരു വിൻറ്റേജ് മോഡലൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് വേറെയും കുറേ സംഭവങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ പാക്കറ്റൊക്കെ ചെയ്തു വന്നപ്പോൾ ആകെ കുറച്ച് സംഭവങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതെല്ലാം വെച്ച് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് ഫിനിഷ് ചെയ്തത്. ഫസ്റ്റായിട്ട് ഇതുപോലത്തെ കുറച്ച് മറ്റേ ഡ്രസ്സിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഈ പ്രൈസ് ടാഗ് പോലത്തേതൊക്കെ. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു കോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ജേണലിൽ ഒട്ടിക്കുന്ന ഒരു ഐറ്റം പോലെ തോന്നി. ഇതിന് നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഈ ഒരു പേജിൻ്റെ സെൻറ്ററിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെയ്ത് വന്നപ്പോഴത്തേക്കും ആകെ ഒന്നും കാണുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഫില്ലാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത ഐറ്റംസൊക്കെ അടുത്ത പേജിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഒരേ തീം പോലെ അല്ലല്ലോ കാണുമ്പോൾ, അതുകൊണ്ട് അടുത്ത പേജിലോട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ലൈക്ക് മറക്കണ്ട. നിങ്ങളിപ്പോൾ മറന്നു. സോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ വീഡിയോ സജഷൻസ് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ എന്നും വീഡിയോ ഇടാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. സോ ഞാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ആക്കാൻ നോക്കാം. പിന്നെ നമ്മുടെ ജേണൽ സപ്ലൈസ് മേക്കിങ്ങിൻ്റെ പാർട്ട് 2 ഞാൻ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. ഷൂട്ടിംഗ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. ഞാനൊരു ഐഡിയാസ് കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ ഒട്ടിക്കാൻ പോണ സംഭവം ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുമായിരുന്നു. അത് ഞാൻ തിരിച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. അതെന്തോ മാറിപ്പോയതാണ്. പിന്നെ ഫെവിക്കോൾ അല്ലാതെ വേറെ ഗ്ലൂ യൂസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ചെറിയൊരു വൈറ്റ് കളർ ഉണ്ടല്ലോ. പക്ഷെ അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞപ്പം വൈറ്റ് പേപ്പർ തന്നെയാണല്ലോ ബാക്ക്ഗ്രൗണ്ട്, അതുകൊണ്ട് അത്രയ്ക്ക് അങ്ങനെ കാണുന്നൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സംഭവങ്ങൾ ഞാനൊരു സ്റ്റാമ്പ് പോലെ വെറുതെ അങ്ങ് എടുത്ത് ചെയ്തതാണ് കേട്ടോ. അത് രണ്ടും ചേരുന്ന ടൈപ്പ് ഒരു തീം പോലെ തോന്നി, ഇപ്പോൾ അതങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് വൺ ഇപ്പോൾ ചെയ്യുന്നതല്ല, മറ്റേതിൽ റോസ് ഫ്ലവേഴ്സിൻ്റെയൊക്കെ പിക്ചറാണ് ഉള്ളത് അതിൻ്റെ ഉള്ളിൽ. വീഡിയോയിൽ അത്ര ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ റോസ് ഫ്ലവേഴ്സാണ്. പിന്നെ ഞാൻ അതിൽ നിന്ന് ഡോയിലീസും പിന്നെ നമ്മുടെ കോഡ് സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ അതുമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഡോയിലീസ് ഇതിനോട് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എനിക്കതിൽ നിന്ന് കണ്ടപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തുറന്നെടുത്തത് കേട്ടോ. അത് വെച്ച് നോക്കിയപ്പോൾ ഫുള്ളായിട്ട് വെക്കുന്നതായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തോ അത് കട്ട് ചെയ്തിട്ടാണ് വെച്ചത്. 2 പേജിലും കൂടി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തോ ഞാൻ കട്ട് ചെയ്യാതെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഓരോ പേജിലും ഓരോ ഹാഫായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റിക്കർ ബുക്കിൽ നിന്നും സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു. അത് നല്ല രസമായിട്ടോ, ഇപ്പോൾ കറക്റ്റായിട്ട് വന്നു. കാരണം അതിൽ നിന്ന് ഇപ്പോൾ എടുക്കുന്ന സ്റ്റിക്കേഴ്സ് നമുക്ക് അതേപടി ഒട്ടിക്കാം, വേറെ ഗ്ലൂ ഒന്നും ആഡ് ചെയ്യണ്ട.
അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കോഡ് സ്റ്റിക്കേഴ്സാണ് ഇപ്പോൾ ഒട്ടിച്ചിട്ടുള്ളത്. അതോടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഒന്നാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഞാൻ ഇതിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ബാക്കിലൊരു സംഭവമുണ്ട് ഈ ഗ്ലൂവിനുള്ള, അത് ഞാൻ കളഞ്ഞിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഗ്ലൂ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുമായിരുന്നു, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഇപ്പം ഞാൻ ഫെവിക്കോളിൻ്റെ ഇത് തുറക്കാതെയാണ് കേട്ടോ ഒഴിച്ചത്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ തുറന്നിട്ട് ചെയ്യുന്നുണ്ട്. കുറച്ചധികം ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഡെസ്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒന്നുകൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് എടുത്തത്. അല്ലെന്നുണ്ടെങ്കിൽ ഡെസ്കിൻ്റെ അടുത്തോട്ട് ഞാൻ പോയിട്ടേ ഇല്ല, കുറേ നാളായി ഡെസ്കിൻ്റെ അടുത്ത് പോയിട്ട്. ഈ സ്പ്രെഡ് കൂടെ നിർത്താമെന്ന് വിചാരിച്ചപ്പോൾ എന്തോ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ചെയ്യാമെന്ന്. കാരണം അവിടെ കുറച്ച് ഐറ്റംസ് ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടുത്ത ജേർണൽ സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേട്ടോ ലാസ്റ്റ് പേജ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെല്ലാം ടെക്സ്റ്റ് ബുക്ക് ഐറ്റംസ് ആണ്. ഈ ഫസ്റ്റ് യൂസ് ചെയ്ത് ഈ ഫ്രെയിംസ് ഒന്നും ടെക്സ്റ്റ് ബുക്ക് അല്ലാതെ ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് നേരത്തെ, ബാക്കി വന്നതാണ്. പിന്നെ ബാക്കിയെല്ലാം പണ്ടത്തെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ചങ്ങ് ചെയ്തേക്കാം, എന്തായാലും ലാസ്റ്റ് സ്പ്രെഡ് അല്ലേന്ന്. ഇതൊന്നും ചെയ്ത് ഞാൻ ഒട്ടും കാണിച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഇനിയും ടൈം ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റും സെക്കൻഡും എല്ലാ ജേർണൽസും. 4 ജേർണൽസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഫസ്റ്റും പിന്നെ ഈ ഒരു സെക്കൻഡും തേർഡും. എനിക്ക് സെക്കൻഡും തേർഡും അല്ല, തേർഡും ഫോർത്തും അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.